കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കവിതയിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വീട്ടിലെത്തി അനിയന്മാരെ ചോദ്യം ചെയ്തു കഴിഞ്ഞ് എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് സുഭാഷ് തീർത്തു പറയുന്നുണ്ട്. സുഭാഷ് നിധിയോടും അവരെന്തുകൊണ്ടാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചെന്നൊരു സംശയം ഞാൻ നേരത്തെ നിന്നോടും ചോദിച്ചിരുന്നു. അപ്പൊ നീയും ഇവരോടൊപ്പം നിന്ന് എല്ലാം മറച്ചു വെച്ചുവല്ലേ? നീയും ഇവരെ പോലെ എന്റെ കല്യാണം നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഈ വീട്ടിൽ നിന്ന് മാറിപ്പോയി മറ്റൊരു വീട്ടിൽ താമസിച്ചാലേ എന്റെ കല്യാണം നടക്കുമെങ്കിൽ ഇതെന്നല്ല ആ ഡിമാൻഡ് വെക്കുന്ന ഒരു കല്യാണവും എനിക്ക് വേണ്ട എന്ന് സുഭാഷ് തീർത്തു പറയുമ്പോഴേക്കും അവന്റെ മൊബൈൽ റിങ് ചെയ്യുകയാ. കവിതയുടെ കോളായിരുന്നു അത്. നിധി ആ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴേക്കും ആ കുട്ടിയായിരിക്കും. ഈ കാര്യം അറിഞ്ഞ ഉടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങു പോകും. പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് പറ്റിയില്ലെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും വീണ്ടും മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. സുഭാഷ് അത് വാങ്ങി ആ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ, ഞാൻ സുഭാഷാ. നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പെട്ടെന്ന് ഇറങ്ങി പോന്നു. അത് ശരിയല്ലെന്ന് എനിക്കറിയാം. സോറി, ഇയാൾ പറഞ്ഞത് കേട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. എന്ത് പറഞ്ഞിട്ടാണോ ആദ്യം ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്, ആ കാരണത്തിന് ഇപ്പൊ ഒരു മാറ്റവുമില്ല. ഈ വീട് വിട്ട് എന്റെ അനിയന്മാരെ വിട്ട് എനിക്ക് വരാൻ കഴിയില്ല. ഞാൻ വരികയുമില്ല. സോറി കവിത, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്റെ അനിയന്മാർ അങ്ങനെ പറഞ്ഞത്. അവർക്ക് വേണ്ടി ഞാൻ സോറി പറയുക. ഇതേ നടക്കില്ലെന്ന് വീട്ടിൽ അങ്ങ് പറഞ്ഞേക്കാം. ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് ആ കോൾ കട്ട് ചെയ്യുക. ഇനി ആരും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തേക്കരുത്, കേട്ടല്ലോ എന്ന് സുഭാഷ് തീർത്തു പറയാ. ചേട്ടൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചേട്ടനെ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ സന്തോഷത്തോടെ കഴിയാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുമല്ലോ. ചേട്ടാ അങ്ങനെയൊന്നും പറയല്ലേട്ടാ എന്ന് സുധീഷും നികേഷും സുഭാഷിനോടായി. ചേട്ടൻ ഈ വീടിൽ നിന്ന് മാറിയാലേ ഈ കല്യാണം നടക്കൂന്ന് അറിഞ്ഞപ്പോ ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയും. ഇവരാ സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് പോയാലേ കല്യാണം കഴിഞ്ഞ് സന്തോഷമായിരിക്കുമെന്ന് എന്നെ കൺവിൻസ് ചെയ്തത്. സോറി ഏട്ടാ, ദിവസം കഴിയും തോറും എന്റെ ഉള്ളിലെ പേടി കൂടി വരികയായിരുന്നു. ഏട്ടനില്ലാതെ ഈ വീട്ടിൽ എനിക്ക് കഴിയാൻ പറ്റില്ലേട്ടാ, സോറി ഏട്ടാ എന്ന് പറഞ്ഞവൻ സുഭാഷ് ഏട്ടനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാ. സുഭാഷും അവനെ ചേർത്ത് പിടിച്ച് സങ്കടത്തോടെ കരയാതെ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയാ. സുഭാഷ് മറ്റുള്ളവരോടായി എങ്ങനെയാ അവൻ കരയുന്നതെന്ന് നോക്കടാ. ഇതാണ് ഈ വീടിന്റെ ഒത്തൊരുമയും സ്നേഹവും. അത് നാട്ടുകാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ 4 പേരും ഒരുമിച്ചിരിക്കുമ്പോഴാ ഇത് നമ്മുടെ വീടാവുന്നത്. എന്നോടൊരു വാക്ക് ചോദിക്കാതെ കല്യാണം നടത്താൻ ഇറങ്ങിയിരിക്കുന്നു. എന്നാ പിന്നെ ഡ്രൈവർ പണി നിർത്തിയിട്ട് എന്തൊക്കെ ചെയ്താലാണ് നാട്ടിലുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമൊക്കെ കല്യാണം നടക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ബ്യൂറോ അങ്ങ് തുടങ്ങുക. വീട് വിട്ടു പോകേണ്ടവര്, നാട് വിട്ടു പോകേണ്ടവര്, ഈ രാജ്യം തന്നെ വിട്ടു പോവേണ്ടവര്, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്ക്. സുഭാഷ് എന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. എന്റെ അനിയന്മാരുടെയും അവരുടെ ഭാര്യമാരുടെയും കുട്ടികളുടെയും കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും, കേട്ടോടാ എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കേ ഹരീഷും സുധീഷും എല്ലാം സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. സുഭാഷ് നിധിയോടായി നിന്നോടും കൂടിയാ പറഞ്ഞത് സുഭാഷ് ഏട്ടനെ എന്നും ഈ വീട്ടിൽ ഉണ്ടാവുമെന്ന്. ഹരീഷും സുഭാഷ് ഏട്ടന്റെ കൈ ചേർത്ത് പിടിച്ച് ചേട്ടാന്ന് വിളിക്കുമ്പോഴേക്കും വിടടാ എന്ന് സുഭാഷും. ഇഷ്ടപ്പെടല്ലേ സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷ് പറയുമ്പോ എന്താ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷും. സോറി സുഭാഷ് ഏട്ടാ എന്ന് നികേഷ് പറയുമ്പോഴേക്കും പോടാ എന്ന് സുഭാഷും. അവർ ദേഷ്യത്തോടെ നിൽക്കുന്ന സുഭാഷ് ഏട്ടനെ ഇക്കിളിയാക്കി ചിരിപ്പിക്കുമ്പോഴേക്കും സുഭാഷും ചിരിയോടെ സന്തോഷത്തോടെ അവരെ 3 പേരെയും ചേർത്ത് പിടിക്കുകയാ. ആ കാഴ്ച കണ്ട് ചിരിയോടെ നിൽക്കുകയാ നിധിയും. പിന്നീട് രാത്രിയാവുമ്പോ മുറ്റത്തിട്ട ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിധിയെയും കൂട്ടരെയുമാണ് കാണുന്നത്. ഈ കള്ളം സുഭാഷ് ഏട്ടൻ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വേണ്ടിയിരുന്നില്ലെന്ന് നിധി പറയുമ്പോ സുഭാഷ് ഏട്ടൻ അറിഞ്ഞ കല്യാണം നടക്കില്ല, എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞത് എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇപ്പോഴേ ഈ കാര്യം സുഭാഷ് ഏട്ടൻ അറിഞ്ഞു തന്നെയാ നല്ലത്. കല്യാണം കഴിഞ്ഞിട്ടാണ് സുഭാഷ് ഏട്ടൻ ഇക്കാര്യം അറിയുന്നതെങ്കിലോ എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. നല്ലതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് നമ്മൾ സുഭാഷ് ഏട്ടനെ വലിയ പ്രശ്നത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് നിധി പറയെ. ഇത് മറിച്ച് കല്യാണം വരെ കൊണ്ടുപോകാമെന്നുള്ള ഐഡിയ സുധീഷ് ഏട്ടന്റെ ആയിരുന്നില്ലേ, വേറെ ആരുടെയും അല്ല എന്ന് ഹരീഷ് പറയെ. ഹരീഷേ എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് അവസാനം എന്നെ മാത്രം തള്ളി പറയല്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇനി അതേ പിടിച്ചു തുടങ്ങണ്ട. സുഭാഷ് ഏട്ടൻ എവിടെയെന്ന് നിധി ചോദിക്കുമ്പോ അകത്തിരിക്കുന്നുണ്ടെന്ന് ഹരീഷും. വിഷയത്തിലായിരിക്കോ എന്ന് നിധി ചോദിക്കേ. ദേഷ്യമൊന്നും ഉണ്ടാവില്ല, നടന്നതിനെ കുറിച്ചോർത്ത് വിഷമത്തിലായിരിക്കും. സുഭാഷ് ഏട്ടനെ വിട്ടേക്ക്, ശരിയായിക്കോളുമെന്ന് ഹരീഷ് പറയെ. ഞാനൊന്ന് സുഭാഷ് ഏട്ടനെ കാണട്ടെ എന്ന് പറഞ്ഞ് നിധി എഴുന്നേറ്റ് നടക്കുന്നതിനിടയിലാണ് മുകളിൽ നിന്നും ഒരു ഓടിളകി താഴേക്ക് വീണ് പൊട്ടുന്നത്. നിധി പേടിയോടെ നിലവിളിക്കുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് ഓടിയെത്തുകയാണ്. ബഹളം കേട്ട് സുഭാഷും പുറത്തേക്ക് ഇറങ്ങി വന്ന് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും എന്താ എന്ന് ചോദിച്ച് അച്ഛനും അങ്ങോട്ട് എത്തുകയാ. ഓട് വീണതാണെന്ന് കണ്ട് അച്ഛനും ഓ സമാധാനമായി. ഒരു ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് ചുവരിടിഞ്ഞ് താഴെ വീണെന്നാ. ഇതൊരു ഓടിന്റെ കഷ്ണമെന്ന് അച്ഛൻ നിസ്സാരമായി പറയേ. ഒരു സെക്കൻഡ് മുന്നേ ആയിരുന്നെങ്കിലേ അത് നിധിയുടെ തലയിൽ വീണേനെ എന്ന് സുധീഷും പറയുന്നുണ്ട്. മോളെ നിന്റെ ദേഹത്ത് വല്ലതും വീണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഇല്ല, എന്റെ പിന്നിലേ വീണുള്ളൂ, ഒന്നും പറ്റിയില്ലെന്ന് നിധിയും. ശരി എവിടേക്കെങ്കിലും മാറി നിന്ന് സംസാരിക്ക്, അടുത്ത ഓടി ഇനി തലയിൽ വീഴാനുള്ള ചാൻസ് കൊടുക്കും എന്ന് പറഞ്ഞ അച്ഛനും അകത്തോട്ട് കയറി പോവുകയാണ്. സുഭാഷും പിന്നാമ്പുറത്തുനിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് പട്ടിക ദ്രവിച്ചതാ, വീടിന്റെ പല ഭാഗത്തും ഇങ്ങനെയാ, ഇത് നന്നാക്കാനും പറ്റാതായി എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് ആ ഒരിടത്ത് മാറ്റുകയാണ്. ദിവസം കിടന്നുറങ്ങുമ്പോഴേ മോന്തായം അങ്ങനെ തന്നെ തലയിലേക്ക് അങ്ങ് വീഴും, അപ്പോഴറിയാം ഒരു വീടാണോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷിയുടെ മേസ്തിരിയല്ല, ഒരാഴ്ച കൊണ്ട് നേരെയാക്കാവുന്നതല്ലേ ഉള്ളൂ, ഞാൻ വന്ന അന്ന് മുതൽ കാണുന്നതാ, ഒരുപാട് പണികൾ ഇവിടെ ചെയ്യാനുണ്ട്, മൊത്തമായിട്ട് ഇടിച്ചു നിരത്തി പുതിയത് പണിയാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മെയിന്റനൻസ് നടത്തിക്കൂടെ എന്ന് നിധി ചോദിക്കേ. അതൊക്കെ വലിയ കഥയായിട്ട് എത്ര തവണ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയതാ,
അവര് സമ്മതിക്കണ്ടേ എന്ന് നികേഷ് പറയുമ്പോ ആര് സമ്മതിക്കണം എന്ന് നിധിയും. അപ്പോഴേക്കും സുധീഷും ഈ വീടിന്റെ പേരിലെ കോടതിയിൽ ഒരു കേസ് നടക്കുകയാ എന്ന് പറയേ. കേസോ? എന്ത് കേസെന്ന് നിധിയും. അത് ഈ വീട് ഞങ്ങളുടെ തന്നെയാ, പക്ഷേ വല്യച്ഛനും അമ്മയും ഇതിന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണെന്ന് സുഭാഷ് പറയുമ്പോ അതെങ്ങനെ സാധ്യമാവും? വീട് നിങ്ങളുടെ പേരിലല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ നാട്ടിൽ നിൽക്കുന്നത് തന്നെ അവർക്ക് നാണക്കേടാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഈ വീട് വിട്ട് പോകണമെന്ന് സുധീഷ് പറയും. എന്താ ഈ പറയുന്നേ? അങ്ങനെയൊക്കെ കേസ് കൊടുക്കാൻ പറ്റും എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അവളെ കേസ് ഇത് അവർക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് കൈമാറി വന്ന വീടും പുരയിടവുമല്ലേ അച്ഛന്റെ അവകാശം. അച്ഛൻ നേരത്തെ കൈപ്പറ്റിയതാണെന്നാണ് ക്ലെയിം. ഇപ്പൊ ഈ വീടിമേ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലേ അപ്പൊ അവർ ഉടക്കുമായിട്ട് വരും. പിന്നെ വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി ഞങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് സുഭാഷും. അവരങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണോ എന്ന് നിധി ചോദിക്കെ. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അവര് വെറുതെ ഇരിക്കില്ല. കോടതി വിധി വരുന്നതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ലഹള കൂട്ടും എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. നിങ്ങൾ ഇതുവരെ കേസിന് പോയിട്ടില്ലേ? കില്ല വെച്ചിട്ടുണ്ടോന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഏയ്, ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് സുഭാഷ് പറയേ. പിന്നെ ഈ വീട് ആരുടെ പേരിലാ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് അച്ഛൻ എഴുതി കൊടുത്തതാണെന്ന് സുഭാഷ് പറയേ. അതിന്റെ രേഖയുണ്ടോന്ന് നിധിയുണ്ട്. അല്ലേടാ എന്ന് സുധീഷിനോടായി ചോദിച്ചിട്ട് ഉണ്ടെന്നാ തോന്നുന്നത് എന്ന് സുഭാഷും. അച്ഛന്റെ പേരിലാണെന്ന് രേഖയുണ്ടെങ്കിലേ പിന്നെ അവരുടെ വാദം നിൽക്കില്ല. നിങ്ങൾ ഒരു വക്കീലിനെ കണ്ട് വാദിച്ച കേസ് ഉറപ്പായിട്ടും ജയിക്കും എന്ന് നിധി പറയുമ്പോ അതേ മോളെ, കുറെ നാള് മുമ്പ് കോടതിയിൽ നിന്ന് ഇങ്ങനൊരു കേസുണ്ടെന്ന് പറഞ്ഞ് ലെറ്റർ വന്നിരുന്നു. അതിനുശേഷം ഞങ്ങളും അത് ഫോളോ അപ്പ് ചെയ്തില്ല. വല്യച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോകും. ഞങ്ങൾ വഴക്കിന് പോകണ്ടെന്ന് കരുതി മിണ്ടാതിരിക്കും എന്ന് സുഭാഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഹരീഷും അങ്ങനെ കേട്ടിരുന്ന് ഇത് സത്യത്തിൽ ശരിക്കും ഞങ്ങളുടെയല്ല അവളുടെയാണെന്ന് തോന്നലായി ഉള്ളിൽ എന്ന് പറയേ. നിങ്ങൾ എല്ലാരും എന്താ ഇങ്ങനെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അത് വിട്, നമുക്ക് നോക്കാം. രാവിലെ ഞാനേ ഈ പട്ടിക ശരിയാക്കി ഓട് വെച്ചോളാമെന്ന് സുഭാഷ് പറയുമ്പോ അത്രയും മതിയോ? വീടിന്റെ കേസ് ഒന്നും ശരിയാക്കണ്ടേന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് അച്ഛനും പിന്നമ്പുറത്തേക്ക് എത്തുന്നത്. അതേ, ഇനിയും ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിലേ അടുത്ത കാറ്റിനെ മൊത്തത്തിൽ താഴോട്ട് വീഴും. മാറി നിൽക്കുന്ന വിളിച്ചു പറയുമ്പോഴേക്കും അത് വീഴട്ടെ. ഇതിനു മുമ്പ് ഒരു കാര്യം പറയുമെന്ന് നിധി ചോദിക്കുമ്പോ എന്താ എന്ന് ഭാസ്കരനും. ഈ വീട് അച്ഛന്റെ പേരിലാണോന്ന് നിധി ചോദിക്കേ. അതെ, എന്റെ അച്ഛൻ പണ്ടേ എനിക്ക് തന്നതാണെന്ന് ഭാസ്കരനും. ആണോ? എന്നിട്ട് എന്താ വല്യച്ഛനും അമ്മായും കേസ് കൊടുത്തിരിക്കുന്നേ? അച്ഛന്റെ പേരിലാ വീട് ഇരിക്കുന്നതെന്ന് വല്ല രേഖയുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോ അങ്ങനെ എന്റെ പേരിലൊരു രേഖയൊന്നുമില്ല. അത് അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഇന്ന ഭാഗം ഇന്നാർക്കെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നച്ഛൻ പറയുമ്പോ ആ വിൽപത്രമുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ എവിടെയെങ്കിലും കാണും, ഓർമ്മയൊന്നുമില്ല, നോക്കണം. പിന്നെ നോക്കാം, ഇപ്പൊ കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞ് അച്ഛനും അകത്തോട്ട് കയറി പോവുകയാ. സുഭാഷേട്ടൻ അറിയാമോ എന്ന് നിധി ചോദിക്കുമ്പോ ഇല്ല, അറിയില്ല എന്ന് സുഭാഷ് പറയേ. നിങ്ങൾക്ക് എന്ന് നിധി എല്ലാവരോടുമായി ചോദിക്കുന്നു. അവർക്കും അറിയില്ലെന്ന് പറയുമ്പോഴേക്കും ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാൾക്കും അറിയില്ലെന്ന് നിധി ചോദിക്കുമ്പോ ഞങ്ങളാരും അത് ആലോചിച്ചിട്ടില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട്. നിങ്ങളുടെ വീട് നിങ്ങളുടേതാണെന്നതിന് രേഖയുണ്ടെങ്കിൽ ഏത് കോടതിയിലും നിങ്ങൾക്കത് വാദിച്ചൂടെ എന്ന് നിധി ചോദിക്കേ. അതെ, നമ്മളതെന്തിനാ നേരത്തെ ആലോചിക്കാതിരുന്നു എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് ശരിയാണല്ലോ അല്ലേ എന്ന് സുഭാഷും ചോദിക്കേ. എന്നിട്ട് അത് ഇപ്പോഴാണോ ആലോചിക്കുന്നത്? കാര്യം ചെയ്യേ, അച്ഛൻ പറഞ്ഞതുപോലെ 4 പേരും കൂടി ഇതിനടിയിൽ വന്ന് നിന്ന് മുകളിലേക്ക് നോക്കി നിൽക്കുക. പിഴ വീഴാന്നറിയാമെന്ന് പറഞ്ഞ് നിധി മുകളിലേക്ക് കയറി പോവുകയാണ്. സുഭാഷും കൂട്ടരും വീടിന് മുകളിലേക്ക് നോക്കിയും നിൽപ്പാ. പിന്നീട് രാവിലെ ആവുമ്പോ സുഭാഷ് അടുക്കളയിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. റൂമിലിരുന്ന് പഠിക്കായിരുന്ന നിധിയെ വിളിച്ച് നിധി വാ ദോശ കഴിക്കാമെന്ന് സുഭാഷ് വിളിക്കുമ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട്. മോള് കഴിച്ചോ എന്ന് പറഞ്ഞ് നിധിക്ക് ദോശ കൊടുക്കുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഏയ്, എല്ലാം റെഡിയാണെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നിധി എന്ന് സന്തോഷത്തോടെ വിളിച്ചോണ്ട് സുധീഷ് വീട്ടിനകത്തേക്ക് വരുന്നുണ്ട്. മിലെല്ലാം അവളെ തിരഞ്ഞ് കാണാതെ എവിടെ പോയെന്ന് പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് എത്തുകയാണ്. അവനെ കണ്ട് സുധീഷെ കഴിക്കുന്നോ എന്ന് സുഭാഷ് ചോദിക്കെ. എന്താ ഉള്ള എന്ന് സുധീഷും. ദോശയും ചമ്മന്തി ഉണ്ടെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. എന്നും ഈ ദോശ ഇത് തന്നെ ഉണ്ടാക്കിയിട്ട് ഏട്ടന് മടുക്കുന്നില്ലേ സുഭാഷ് ഏട്ടാ? ഇതിന് വെറൈറ്റി ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ അപ്പൊ നേരെ ഗോതമ്പ് ദോശ അങ്ങ് ഉണ്ടാക്കി തരും എന്ന് സുധീഷ് പറയേ. നിനക്ക് എന്താ വേണ്ടെന്ന് പറ, അത് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് സുഭാഷും. സുഭാഷേട്ടൻ എന്തൊക്കെ അറിയാം എന്ന് സുധീഷ് ചോദിക്കേ. നിനക്ക് എന്താ വേണ്ടേന്ന് പറ എന്ന് സുഭാഷും. എന്നാലേ എനിക്കൊരു പിസ്സ ഉണ്ടാക്കി താ, അല്ലെങ്കിൽ പാസ്ത എന്ന് സുധീഷ് പറയുന്നത് കേൾക്കേ. ദേ, സുഭാഷേട്ടൻ അറിയുന്ന ഫുഡൊക്കെ സുഭാഷേട്ടൻ ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇഡ്ഡലിയും ഇടിയപ്പവും പുട്ടൊക്കെ ആയിരുന്നല്ലോ. അല്ല, നിങ്ങൾ എല്ലാരും വെട്ടി വിഴുങ്ങുകയും ചെയ്തു. ഇന്നലെ ഇന്നുമല്ലേ ദോശയായത്? ഇനി ഞാൻ കഴിച്ചത് ചോളപ്പുട്ടായിരുന്നില്ലേ? പിന്നെ പിസ്സയൊക്കെ വേണമെങ്കിൽ അവനവൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോണം കേട്ടല്ലോ. വെറുതെ സുഭാഷേട്ടൻ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുതെന്ന് നിധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അയ്യടാ, ഇതേ ഞങ്ങളുടെ ചേട്ടനാ. ഇയാളെന്താ സുഭാഷേട്ടനെ അങ്ങ് കുത്തകയ്ക്ക് എടുത്തിരിക്കുകയാണോ? ബാക്കിയുള്ളവർക്കൊന്നും പറയാൻ പാടില്ലേ? അയ്യയ്യേ എന്ന് പറഞ്ഞ് സുഭാഷേട്ടനെ ചേർത്ത് പിടിച്ച് ഇതേ എന്റെ ചേട്ടനാ, എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പറയും, ഇനിയും പറയും, അല്ലേ ഏട്ടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അങ്ങനെ തോന്നിയത് പറയാനൊന്നും സമ്മതിക്കില്ല, അങ്ങനെ തന്നെ എന്ന് നിധി. നിനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ നിധി, ഈ വാനരന്മാർക്ക് മാത്രമല്ല നിനക്കും ചേട്ടനാ എന്ന് സുഭാഷ് നിധിയോടായി പറയുമ്പോഴേക്കും ശരി ശരി സമ്മതിച്ചു. അതെ, കഴിച്ചു കഴിഞ്ഞെങ്കിൽ എന്റെ കൂടെ വാ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് സുധീഷ്. സർപ്രൈസോ? എന്ത് എന്ന് സംശയത്തോടെ നിധി ചോദിക്കും. വാ പറയാമെന്ന് സുധീഷും. ആദ്യം പറ എന്ന് നിധിയും. പറയാമെന്നേ, വാ എന്ന് സുധീഷ് വീണ്ടും പറയേ. ആദ്യം പറ, എന്നിട്ട് ഞാൻ വരാമെന്ന് നിധി. അങ്ങ് തക്കലയിൽ നിന്ന് ഇവിടെ വരെ എന്നെ മാത്രം വിശ്വസിച്ച് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും മതി മതി, ഈ കഥ ഞാൻ കുറെ കേട്ടതാ.
ഇനി വയ്യെന്ന് നിധി പറയുമ്പോഴേക്കും എന്നാ പിന്നെ വാ എടോ, ശരിക്കും ഒരു സർപ്രൈസ് അവാർഡോ എന്ന് നിധിയോടായി പറഞ്ഞ് സുഭാഷ് ഏട്ടാ ഒന്ന് പറ, ഞാൻ ഇയാളെ പിടിച്ചു തിന്നാൻ പോകുന്നല്ല, ഒന്ന് വാടോ എന്നവൻ വീണ്ടും വിളിക്കുമ്പോഴേക്കും എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു, ഒന്ന് പോയിട്ട് വാ എന്ന് സുഭാഷും വീണ്ടും സംശയത്തോടെ എന്താന്ന് പറഞ്ഞൂടെ എന്ന് നിധി ചോദിക്കുമ്പോ എന്നെ കൊണ്ടിങ്ങനെ അപേക്ഷിപ്പിക്കരുതെന്ന് പറ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയെ പോയിട്ട് വാ എന്ന് സുഭാഷ് നിധിയോടായി പറയുന്നു. സുഭാഷ് ഏട്ടൻ പറഞ്ഞോണ്ട് മാത്രം എന്ന് നിധി സമ്മതിക്കേ. സൂക്ഷിച്ചു പോയിട്ട് വരണമെന്ന് സുഭാഷും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓ ശരി, നീത്തി പ്രാവിനെ ഞാൻ സൂക്ഷിച്ചു കൊണ്ടുവന്ന് കയ്യിലങ്ങ് ഏൽപ്പിച്ചോളാം പോരെ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും വായെന്ന് വിളിക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ വല്ല ഉടായ്പ പരിപാടിയാണെങ്കിൽ വെറുതെ വിടരുത് എന്ന് നിധിയും പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഏറ്റു പോ എന്ന് സുധീഷിനോടായി പറയുമ്പോഴേക്കും ദേ നല്ലൊരു അഭിനന്ദനം എനിക്കിവിടെ ചുട്ടുവെച്ചേക്ക്, സർപ്രൈസ് കൊടുത്തിട്ടെ ഞാൻ അതങ്ങ് വന്ന് വാങ്ങിച്ചോളാം ഓക്കെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും തരാമെന്ന് സുഭാഷും. സുധീഷ് നിധിയോടായി പെട്ടെന്ന് ഈ ഡ്രസ്സ് മാറ്റിയിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് വാ എന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും നിധിയും പുറകെ ചെല്ലുന്നുണ്ട്. പിന്നീട് സുധീഷും നിധിയും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. സുധീഷ് നിധിയോടായി ചോദിക്കുന്നുണ്ട്, അതെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വല്ല ഊഹവും ഉണ്ടോന്ന്. ഇല്ലെന്ന് അവൾ പറയേ. ശരി പറയാം, നമ്മളിപ്പോ പോകുന്നത് യൂണിവേഴ്സിറ്റിയിലേക്കാ, ഇയാളുടെ സർട്ടിഫിക്കറ്റിനെ നേരിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധിയും അമ്പരപ്പോടെ അവനെ തന്നെ നോക്കിയിരിക്കുക. ഇപ്പൊ സർപ്രൈസ് ആയില്ലേ, ഇനിയിപ്പോ പോകുന്നോണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ എന്ന് സുധീഷ് ചിരിയോടെ ചോദിക്കേ. നിധിക്കും സന്തോഷമാവുകയാ. യൂണിവേഴ്സിറ്റിയിലെത്തി കാറിൽ നിറങ്ങുമ്പോഴേക്കും ഞാൻ ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നതെന്ന് നിധി പറയുന്നുണ്ട്. പിന്നീട് അവനെ വിളിച്ചോണ്ട് അതിനകത്തേക്ക് കയറുമ്പോഴേക്കും വരാന്തയിലൂടെ നടക്കുന്നതിനിടയിൽ നിധിയെ നോക്കിക്കൊണ്ട് എന്താടോ മുഖമാകെ വിളറിയിരിക്കുന്നല്ലോ, എന്താ ഇത്ര ടെൻഷൻ എന്ന് സുധീഷ് ചോദിക്കുകയാ. കോളേജിലേക്ക് ഇതേ കാര്യത്തിന് പോയിട്ട് ഒന്നും നടന്നില്ലല്ലോ, തോർത്തിട്ടുള്ള ടെൻഷനാണെന്ന് നിധിയും. അതുപോലെയല്ലല്ലോ, ഇവിടെ നമുക്ക് വൻ സ്വാധീനമല്ലേ, തന്റെ സർട്ടിഫിക്കറ്റ് ഉറപ്പായും കിട്ടുമെന്ന് സുധീഷ് പറയേ. ഇന്ന് തന്നെ കിട്ടോ എന്ന് നിധിയും ചോദിക്കുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ പ്രിന്റിംഗ് പ്രസ് അല്ലേ, നമ്മൾ ചോദിക്കുന്നു അതപ്പൊ തന്നെ ശരിയാക്കി തരുന്നു, ആദ്യം ചെന്ന് കാര്യം പറയേ താൻ വാ എന്ന് പറഞ്ഞ് നിധിയെ വിളിച്ചോണ്ട് ചെന്ന് ഒരു സെക്ഷന് മുന്നിലെത്തി. നിധി ഇവിടെ നിൽക്ക്, ഞാൻ മാഡത്തിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് സുധീഷ് അങ്ങോട്ട് പോവുകയാണ്. അവൻ ഡോറിൽ മുട്ടി വിളിക്കുമ്പോഴേക്കും സുധീഷ് എന്ന് വിളിച്ച് കാറിൽ വെച്ചു കണ്ട ആ മാഡം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മാഡം പറഞ്ഞതുപോലെ ഞാൻ വൈഫിനെയും കൂട്ടി വന്നിട്ടുണ്ട് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അതെയോ എന്ന് അവനവരെ നിധിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെന്ന് മാഡം ഇതാണ് എന്റെ വൈഫ് നിധി എന്ന് പരിചയപ്പെടുത്തുമ്പോൾ സുധീഷ് പറഞ്ഞിരുന്നു ഇയാളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് റീ അപ്ലൈ ചെയ്യണമെന്ന്. ഒരു കാര്യം ചെയ്യേ, പാസ് ഔട്ട് ആയ വർഷം, കോളേജിന്റെയും കോഴ്സിന്റെയും ഡീറ്റെയിൽസ്, ID നമ്പർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഒരു പേപ്പറിൽ എഴുതി തരൂ എന്ന് പറയുമ്പോഴേക്കും ഓക്കെ എന്ന് നിധിയും. ശരി എന്ന് പറഞ്ഞ് അവർ പോയി ഒരു പേപ്പറും പേനയും വാങ്ങിക്കൊണ്ടുവന്ന് നിധിക്ക് നൽകിക്കൊണ്ട് ഈ വർഷമാണോ പാസ് ഔട്ട് ആയതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്നവൾ പറയുമ്പോഴേക്കും ഇരിക്കൂ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. സുധീഷും നിധിയോടായി ഇരിക്കും നിധി എന്ന് പറഞ്ഞ് ആ മാഡത്തിന് പുറകെ ഓടിച്ചെന്ന് അവരോട് ചിരിയോടെ ഓരോ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുക. ഡീറ്റെയിൽസ് എല്ലാം പേപ്പറിൽ എഴുതുന്നതിനിടയിൽ അവരുടെ സംസാരം നിധിയും ശ്രദ്ധിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്നൊരു പേന താഴെ വീഴുമ്പോഴേക്കും അവരെ അത് എടുക്കാൻ സമ്മതിക്കാതെ സുധീഷ് അത് എടുത്തുകൊടുത്ത് ചിരിയോടെ സംസാരിച്ച് നിൽക്കണുണ്ട്. ഇയാളൊരു ഭൂലോക പഞ്ചാരയാണ് എന്ന് പെരുപുറത്ത് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് വീണ്ടും ഡീറ്റെയിൽസ് എഴുതിക്കൊണ്ടിരിക്കും. അപ്പോഴേക്കും മാഡവും ശരിയെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും ഡീറ്റെയിൽസ് എഴുതിക്കൊണ്ടിരിക്കുന്ന നിധിയെ നോക്കിക്കൊണ്ട് സുധീഷ് ഇവളുടെ മുഖത്ത് ദേഷ്യവും പൊസസീവ്നെസ്സും ഒന്നും കാണുന്നില്ലല്ലോ, ഞാൻ ആരോട് സംസാരിച്ചാലും കുഴപ്പമില്ലെന്നാണോ എന്ന് മനസ്സിൽ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അതെ അവരിപ്പോ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവരും, അതിൽ സൈൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അവരും ആ ആപ്ലിക്കേഷൻ ഫോമുമായി വരുന്നുണ്ട്. നിധി ഇതിലൊന്ന് സൈൻ ചെയ്യണമെന്ന് അവർ പറയുമ്പോഴേക്കും അവൾ അത് വാങ്ങി സൈൻ ചെയ്യുകയും സന്തോഷത്തോടെ അവൾ അത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വന്നോളൂ എന്നവർ പറയുന്നത് കേൾക്കെ അതിശയത്തോടെ ശരിക്കും എന്ന് നിധി ചോദിക്കുന്നുണ്ട്. മാക്സിമം 2 വീക്സ്, ആക്ച്വലി അതിനു മുമ്പേ തന്നെ കിട്ടും, നേരത്തെ ആയാൽ ഞാൻ സുധീഷിനെ ഇൻഫോം ചെയ്യാം. അവർ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ താങ്ക് യു മാഡം എന്ന് നിധിയും പറയുന്നു. ഇറ്റ്സ് ഓക്കെ, നിങ്ങളുടെ കല്യാണ കഥയൊക്കെ സുധീഷ് പറഞ്ഞിരുന്നു എന്നവർ പറയുന്നത് കേൾക്കെ ഇടം കണ്ണിട്ട് നിധിയൊന്ന് നോക്കിക്കൊണ്ട് ഇവരെന്തിനാ ഇപ്പൊ ഇത് പറയുന്നു എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. ഡേഞ്ചറസ് ആയൊരു വിവാഹമായിരുന്നല്ലേ എന്നവർ ചോദിക്കുന്നത് കേൾക്കെ അത് സംബന്ധിച്ച് ഒരു ചിരിയോടെ നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തന്നെ പ്രണയിക്കുന്ന നീതുവിനോട് തന്റെ സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കാമോ എന്ന് ഹരീഷ് ചോദിക്കുന്നതും സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നറിഞ്ഞ നിധി സന്തോഷത്തോടെ സുധീഷിന് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്ന സ്നേഹ നിമിഷങ്ങളുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.